നമ്മള് ദൈവത്തിനോട് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് സാധിച്ചു തരും. അത് സത്യമല്ലേ? അതെ അതെ. ആ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് എന്നെ നന്നായിട്ട് നോക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് തരണേന്ന്. എനിക്ക് ദൈവം തന്ന് 24 മണിക്കൂർ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് തന്ന്. പുള്ളിക്കാരൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബം ജോലി ചെയ്യാറില്ല ആള്. ജോലിക്ക് അതെ, ബോംബെയിലുള്ള ഒരു ഫാക്ടറി വെച്ചിട്ട് മെഷീന്റെ ഇടയ്ക്ക് വിട്ടിട്ട് ഈ കുഞ്ഞുവിരലൊന്നും നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ ചേട്ടൻ ജോലിക്കൊന്നും പോയിട്ടില്ല. ദൈവമേ, കുഞ്ഞുവിരല് നഷ്ടപ്പെട്ടുകൊണ്ടാണോ ജോലിക്ക് പോവാത്തത്? ഇപ്പൊ അങ്ങനെ ഈ 4 വിരലേ ഉള്ളൂ. ആർക്ക്? ഭർത്താവിന്. എന്റെ ഭർത്താവിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ ഭർത്താവിനല്ല, ചേട്ടനെ പത്രത്തിൽ വായിച്ചതാ. ബോംബെയിൽ അന്തേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ. അന്തേരി ഗ്രാമത്തിൽ നിന്നല്ല, അന്തേരി ഗ്രാമമൊന്നല്ല, ഞാൻ അവിടുന്ന് വരുന്നത്. ആണോ? എന്നാ പിന്നെ അവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറി മെഷീന്റെ ഇടയ്ക്ക് വെട്ട് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ ചെറുവിരൽ നഷ്ടപ്പെട്ട്. അത് വായിച്ചത് പിന്നെ എന്റെ ചേട്ടൻ ഒരു ജോലിക്കും പോയിട്ടില്ല. അത് വായിച്ചിട്ടോ? ആ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഈ കല്യാണത്തിന്റെ പിറ്റേ ദിവസമാണ് ഈ പത്രം കാണുന്നത്. അത് പിന്നെ എന്റെ ചേട്ടൻ ഒരു ജോലിക്കും പോയിട്ടില്ല. അല്ല, പിന്നെ എങ്ങനെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നു? ജീവിതമൊക്കെ മുന്നോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുടുംബശ്രീയിലെ ഒരു ആക്റ്റീവ് മെമ്പറാ. അപ്പൊ കുടുംബശ്രീന്ന് ഞാൻ കുറച്ച് ലോണൊക്കെ എടുക്കും. ചേട്ടൻ പുരുഷ സ്വയം സഹായ സംഘത്തിലെ മെമ്പറാ. ചേട്ടൻ എവിടുത്തെ പുരുഷ സ്വയം സഹായ സംഘം. അതൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ചേച്ചി എന്ന് പറഞ്ഞേ. പുരുഷ സ്വയം സഹായം സംഘം. ചേട്ടൻ അവിടുന്ന് ലോൺ എടുക്കും. എന്നിട്ട് ഞങ്ങൾ എന്നോട് ലോൺ എടുത്ത് അങ്ങനെ അല്ലല്ലാതെ അങ്ങ് ജീവിച്ചു പോന്ന്. അല്ല, ഈ ലോണൊന്നും തിരിച്ചടക്കണ്ടേ? ലോണൊന്നും തിരിച്ചടക്കണ്ട. അയ്യോ, ലോണൊന്നും തിരിച്ചടക്കുന്നതല്ല. പിന്നെ നമ്മുടെ വിജയന്റെ ലോണ് വരെ എഴുതി തള്ളിയില്ലേ? വിജയേട്ടനോ? ഏത് വിജയണ്ണൻ? വിജയനെ നടത്തില്ലേ? വിജയമല്ലി എഴുതി തള്ളി. അല്ല, അദ്ദേഹം ഈ പുരുഷ സ്വയം സഹായ സംഘത്തിലുണ്ടായിരുന്നോ? പിന്നെ ഈ മന്ത്രിമാരല്ല ആ പുരുഷ സ്വയം ചേച്ചിക്ക് തെറ്റി. പുരുഷ ഇവിടെ പറഞ്ഞുതരും, ഒന്ന് പറഞ്ഞു. സ്വയം സഹായ സ്വയമല്ല, പുരുഷ സ്വയ സഹായ സംഘം. സെയിം ടു യു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇതൊന്ന് പറഞ്ഞേ. പുരുഷ സ്വയം സഹായ സംഘം. അതാ നമുക്ക് പ്രസവനെ അവിടെ വീണവായനെ. അയ്യോ, സോറി ചേച്ചി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എന്താണ് ചേച്ചി ശരിക്കും? എന്റെ ഭർത്താവെന്ന് പറഞ്ഞാലേ എനിക്ക് പൊന്നെന്ന് വെച്ചാ പൊന്നും കൊടവാ. ചില സമയത്തുണ്ടല്ലോ ആ കുടവങ്ങാണ് എന്റെ കയ്യിലോട്ട് എടുത്ത് അടിച്ച് ചാപ്പിട്ട് ഞാൻ എവിടെയെല്ലാം ദൂരെ കളയും ഞാന്. അതൊക്കെ അക്രമാണ് കേട്ടോ. ഭർത്താവല്ലേ, പൊന്നല്ലേ? പൊന്നാണ് ചേച്ചി. എനിക്ക് എന്റെ മനസ്സിലെന്റെ ദൈവമാണ്. പക്ഷേ പുള്ളിക്ക് ചെറിയ സംശയമുണ്ട്. അത് മോശം. സംശയം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമ്മള് ഇപ്പൊ ചെറുതെന്ന് ഞാൻ നിങ്ങളൊക്കെ ഈ നാട്ടുകാരൊക്കെ ഇരുന്നോണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. ചെറുതെന്ന് വെച്ചാൽ ഇത് ചെറുതല്ല, ഒരുമാതിരി അവിഞ്ഞ അവലക്ഷണം